പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം. സസ്പെൻഡ് ചെയ്യപ്പെട്ട 8 എംപിമാർ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യാപാര കരാറിൽ ഇന്ന് പാർലമെന്റിൽ പ്രസ്താവന നടത്തും. ബൽറാം നെടുങ്ങാടി ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഇന്ന് നടക്കുന്ന വിവരങ്ങളെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ലോക്സഭയിൽ എന്തൊക്കെയായിരിക്കുമെന്ന്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ 2 ദിവസങ്ങളും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ശക്തമായ പ്രതിഷേധത്തിനാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ച, അത് ഇന്ത്യ ചൈന ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള മുൻ കരസേനാ മേധാവി ജനറൽ MM നർവാനിയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ വരികൾ ഉദ്ധരിച്ചതാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമായത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്നലെയും തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ ചെയർ അനുവദിക്കാതെ അടുത്ത അംഗത്തെ സംസാരിക്കാൻ വിളിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും കോൺഗ്രസിന്റെ 7 അംഗങ്ങൾ അടക്കം 8 അംഗങ്ങൾക്ക് സസ്പെൻഷൻ നടപടികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. സ്പീക്കറുടെ നേരെ പേപ്പറുകൾ എറിഞ്ഞതും ഒപ്പം തന്നെ ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറിയതിനുമാണ് ഈ നടപടിയുണ്ടായത്. ഹൈബി ഈഡൻ അടക്കമുള്ള 8 പേർക്കാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം നടത്താനാണ് പ്രതിപക്ഷത്തിന്റെ സംയുക്തമായ തീരുമാനം. ഇന്ന് പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പായി സഭാ കവാടത്തിൽ അംഗങ്ങൾ പ്രതിഷേധിക്കും. ഇതിനുശേഷം സഭയ്ക്കകത്തും ഈ പ്രതിഷേധം കൊണ്ടുപോകാനാണ് തീരുമാനം. അംഗങ്ങൾക്കെതിരായ സസ്പെൻഷൻ നടപടി, രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നത് എന്നതോടൊപ്പം തന്നെ ഇന്ത്യ US വ്യാപാര കരാർ അടക്കമുള്ള വിഷയങ്ങളും മുൻനിർത്തിക്കൊണ്ട് സഭയിൽ പ്രതിഷേധം തുടരാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഉള്ളത്. ഒപ്പം തന്നെ ഇന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇരു സഭകളിലും പ്രസ്താവന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ ഇന്നലെ പ്രസ്താവന നടത്തേണ്ടതായിരുന്നുവെങ്കിലും സഭാ ബഹളം ആയതിനെ തുടർന്ന് പിരിച്ചുവിടുകയായിരുന്നു. രാജ്യസഭയിൽ ഇന്ന് പ്രസ്താവന അദ്ദേഹം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ JP നദ്ദ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് ലോക്സഭയിൽ ഈ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയാൻ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ സഭ ഇത്രത്തോളം പ്രക്ഷുബ്ധമായി തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന്ന് സാധ്യമാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇന്നും പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധത്തിന് വേദിയാകും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതിനായുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷം. അതേസമയം ഇതിനെ നേരിടാൻ ഭരണപക്ഷവും ഒരുങ്ങിയിട്ടുണ്ട്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.